തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു സിനിമാ കഥയേക്കാൾ ഡ്രമാറ്റിക്കായ സംഭവങ്ങളാണ്. ഒരു സിനിമാ സൂപ്പർസ്റ്റാർ സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നു, ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായി മാറുന്നു. പക്ഷെ അതിനുശേഷവും സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നില്ല. അതെ, ഇപ്പോൾ തമിഴ്നാടിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്നത് സി ജോസഫ് വിജയും അദ്ദേഹത്തിന്റെ പാർട്ടി തമിഴക വെട്രി കഴകവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ടി.വി.കെ 108 സീറ്റുകൾ നേടി, അതായത് തമിഴ്നാട്ടിലെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി മാറി. പക്ഷെ പ്രശ്നമെന്താണ്? തമിഴ്നാട് അസംബ്ലിയിൽ ആകെ 234 സീറ്റുകളാണുള്ളത്. മജോറിറ്റിക്ക് വേണ്ടത് 118 സീറ്റുകൾ. അതായത് വിജയ്ക്ക് ഇപ്പോഴും 10 സീറ്റുകൾ കുറവാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: വിജയ് സർക്കാർ രൂപീകരിക്കുമോ, അല്ലെങ്കിൽ തമിഴ്നാട് വീണ്ടും വലിയ പൊളിറ്റിക്കൽ ഡ്രാമയിലേക്ക് പോകുമോ? ഇത് മനസ്സിലാക്കാൻ ആദ്യം തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പഴയ ചരിത്രം നോക്കണം. തമിഴ്നാട് രാഷ്ട്രീയം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെയല്ല. ഇവിടെ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ വളരെ ഡീപ്പ് കണക്ഷനുണ്ട്. പല ദശാബ്ദങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഡോമിനൻസ് പുലർത്തിയിരുന്നത് 2 ദ്രാവിഡിയൻ പാർട്ടികളാണ്: ദ്രാവിഡ മുന്നേറ്റക്കഴകം (DMK), ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റക്കഴകം (AIDMK). ഈ 2 പാർട്ടികൾ തമ്മിലാണ് വർഷങ്ങളായി അധികാര പോരാട്ടം നടന്നത്. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, തമിഴ്നാട്ടിൽ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു പുതിയ സംഭവമല്ല. ലെജൻഡറി ആക്ടർ MG രാമചന്ദ്രൻ DMKയിൽ നിന്ന് പിരിഞ്ഞ് AIDMK രൂപീകരിച്ചു, പിന്നീട് ചീഫ് മിനിസ്റ്ററായി. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സക്സസറായ ജയലളിതയും സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്കെത്തി തമിഴ്നാട് ഭരിച്ചു. അതായത് തമിഴ്നാട്ടിൽ സ്ക്രീൻ പോപ്പുലാരിറ്റി പൊളിറ്റിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഹിസ്റ്ററി മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ വഴിയിലാണ് വിജയ് വന്നത്. ദളപതി എന്ന പേരിൽ ആരാധകർ വിളിക്കുന്ന വിജയ് തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാർസിൽ ഒരാളാണ്. 69 സിനിമകളിൽ അഭിനയിച്ച വിജയ് 2024-ൽ സ്വന്തം പാർട്ടി ലോഞ്ച് ചെയ്തു: തമിഴക വെട്രി കഴകം. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തി: ഇനി ഫുൾ ടൈം പൊളിറ്റിക്സ്. പലർക്കും ആദ്യം ഇതൊരു പബ്ലിസിറ്റി മൂവ് പോലെ തോന്നി, കാരണം സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് വന്ന പലരും വിജയിച്ചിട്ടില്ല. പക്ഷേ ഈ ഇലക്ഷൻ റിസൾട്ട് എല്ലാം മാറ്റി. ടി.വി.കെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി, അതും പവർഫുൾ ഇൻകുംബന്റ് പാർട്ടിയായ DMKയെ പിന്നിലാക്കി. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പൊളിറ്റിക്കൽ ഭൂചലനം പോലെയായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് വലിയ ട്വിസ്റ്റ് വന്നത്. 108 സീറ്റുകൾ നേടിയിട്ടും മജോറിറ്റിയില്ല. മജോറിറ്റിക്ക് വേണ്ടത് 118 സീറ്റുകളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സപ്പോർട്ട് പ്രഖ്യാപിച്ചു, പക്ഷെ കോൺഗ്രസിനുള്ളത് വെറും 5 സീറ്റുകൾ മാത്രം. അതായത് ഇപ്പോഴും സപ്പോർട്ട് കുറവാണ്. വിജയ് തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ ക്ലെയിം ചെയ്തു. പക്ഷേ ഗവർണർ നേരിട്ടൊരു കാര്യം പറഞ്ഞു: മജോറിറ്റി സപ്പോർട്ട് പ്രൂവ് കാണിക്കണമെന്ന്. അതായത് 118 MLA-മാരുടെ സപ്പോർട്ടുണ്ടെന്ന് തെളിയിക്കാതെ സർക്കാർ രൂപീകരിക്കാൻ ഇൻവിറ്റേഷൻ കിട്ടില്ല. ഇതോടെയാണ് തമിഴ്നാടിൽ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി കൂടുതൽ കൂടിയത്. ചില ടി.വി.കെ നേതാക്കൾ ഗവർണറുടെ ഡെസിഷനെ വിമർശിച്ചു. അവർ പറയുന്നത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയതിനാൽ വിജയ്ക്ക് അവസരം നൽകണമെന്നാണ്. കാരണം ഇന്ത്യയിൽ മുമ്പും ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയെ ആദ്യം സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയും പിന്നീട് അസംബ്ലി ഫ്ലോറിൽ മജോറിറ്റി പ്രൂവ് ചെയ്യാൻ സമയം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അനലിസ്റ്റ്സ് പറയുന്നത് മറ്റൊന്നാണ്. ഗവർണറുടെ പ്രധാന ലക്ഷ്യം സ്റ്റേബിൾ ഗവൺമെന്റ് ഉറപ്പാക്കുകയാണ്. കാരണം മജോറിറ്റി ഇല്ലാത്ത സർക്കാർ ഏത് സമയവും കൊളാപ്സ് ചെയ്യാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ പല പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസാണ് നടക്കുന്നത്. ചില അനലിസ്റ്റ്സ് പറയുന്നത് ചെറിയ പാർട്ടികളെയും ഇൻഡിപെൻഡന്റ് MLA-മാരെയും വിജയ് സപ്പോർട്ടിന് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. മറ്റു ചില റിപ്പോർട്ട്സ് പറയുന്നത് പഴയ റൈവൽസായ DMKയും AIDMK പോലും ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ തന്നെ ക്ലിയറാണ്: ടി.വി.കെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പഴയ 2 പാർട്ടി ഡോമിനൻസ് തകർത്തു. ഇനി തമിഴ്നാട് രാഷ്ട്രീയം പഴയ പോലെയാവില്ല. വിജയുടെ റൈസ് ഒരു സിനിമാ സ്ക്രിപ്റ്റ് പോലെയാണ്: ഒരാക്ടർ, ഒരു പുതിയ പാർട്ടി, ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ബിഗ്ഗസ്റ്റ് പാർട്ടി. പക്ഷെ പൊളിറ്റിക്സ് സിനിമയല്ല. ഇവിടെ ക്ലൈമാക്സ് ഡിസൈഡ് ചെയ്യുന്നത് നമ്പേഴ്സാണ്. ഇനി വിജയ് അലയൻസസ് ബിൽഡ് ചെയ്ത് മജോറിറ്റി നേടുമോ, അല്ലെങ്കിൽ തമിഴ്നാട് വീണ്ടും വലിയ പൊളിറ്റിക്കൽ ഡ്രാമയിലേക്ക് പോകുമോ? അതാണിപ്പോൾ ഇന്ത്യ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. അത് ഇത്രനാൾ നീട്ടിവെക്കാൻ മറ്റുള്ളവർക്ക് കഴിയുമെന്ന് മാത്രമാണ് അറിയാനുള്ളത്.